ഉണ്ടെന്ന് പറയണ. നീ വല്ല കൊടുത്തു വിട്ടോ വീട്ടിൽ നിന്ന്? ഇനി നിനക്ക് അത്രക്ക് ഇതുണ്ട് അപ്പോയിന്റ്മെന്റ് എടുക്കണം. അല്ലെ പുറത്ത് വന്നിട്ട് നായി കാത്തുക്കുന്ന പോലെ കാത്തുക്കടാ. പട്ടിനെ പോലെ നിൽക്കുക എന്റെ ലൈവില്. ഞാൻ വിളിക്കുമ്പോ നീ വരണം കേട്ടാ കോമാളി. നീ കുരിഞ്ഞോണ്ട് ഇങ്ങനെ വരണം. ഇന്നലെ ഞാന് 1-2 മണിക്കൂർ നിന്നെ ട്രൈ ചെയ്തല്ല. 2 മണിക്കൂർ നീ എവിടെയായിരുന്നു കട്ടിന്റെ അടിയിൽ ഒളിച്ചു വന്നിട്ട്. മണിക്കൂർ നമ്മളെ വീട്ടിന്റെ വാതിക്കൽ പറ്റുമ്പോ പുറത്ത് വന്ന് വെയിറ്റ്. ഷാജഹാൻ, എനിക്കൊരു കാര്യം പറയണം. ഷാജഹാന്റെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഇന്ന് ഈ വീടിന്റെ വാതിൽ ഞാൻ അടയ്ക്കൂല, ഞാൻ ഇതങ്ങ് തുറന്നിട്ടേക്കും, ഇതിന്റെ വെളിയിൽ ഞാൻ കാണും, നീ വരണമെന്നുണ്ടെങ്കിൽ ഇന്ന് വാ. അല്ലെങ്കിൽ എന്റെ ലൈവില് നിങ്ങക്ക് സ്പേസ് വേണമെങ്കിൽ നീ വെയിറ്റ് ചെയ്ത് നിൽക്ക് പുറത്ത് വന്നിട്ട്. മനസ്സിലാണോ? അല്ല പിന്നെ അവന്റെ ആലാക്ക് ഷാജഹാന് ഞാൻ ഇത് സീക്രട്ട് ഏജന്റിനോട് നമ്പർ വെച്ചു. എന്റെ സീക്രട്ട് ഏജന്റിനോട് ഷാജഹാന് നമ്പർ വെച്ച് എന്നിട്ട് അവനോട് ചോദിച്ചിട്ട് തരാന്ന് പറഞ്ഞു. സീക്രട്ട് ഏജന്റ് അവനെ വിളിച്ചിട്ട് ചോദിച്ചിട്ട് എന്നെ തിരിച്ചു വിളിച്ചു. സീക്രട്ട് ഏജന്റ് പറഞ്ഞു വെച്ചാൽ എന്റെ ലോഡിയുണ്ട്. സീക്രട്ട് ഏജന്റ് പറഞ്ഞു വെച്ചാല് ഷാജഹാൻ പറഞ്ഞത് തൊപ്പിക്ക് എന്റെ നമ്പർ കൊടുക്കണ്ടെന്ന്. ഇതാണ് ഷാജഹാൻ പറഞ്ഞത്. മനസ്സിലാവും? ഇതാണ് ഷാജഹാൻ പറഞ്ഞത്. ഇവന് നമ്പർ എന്റെ നമ്പർ കൊടുക്കണ്ട, ഷാജഹാന്റെ നമ്പർ തൊപ്പിക്ക് കൊടുക്കണ്ടെന്ന് സീക്രട്ട് ഏജന്റിനോട് പറഞ്ഞു. ഇതാണ് അവസ്ഥ. മനസ്സിലാ? പിന്നാന്ന് വെച്ചാ പിന്നെ വേറെ കാര്യമുണ്ട്. പിന്നെ ഇവൻ ഇന്നൊരു വീഡിയോ ഇട്ടിന് ലൈവിൽ കാണാം, ഇതാക്കാം, എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് എഴുതി വെച്ചിട്ടല്ല അവിടെ കാത്തുക്കുന്നുണ്ടാവും. ഞാനൊരു കാര്യം പറഞ്ഞെ, നിന്റെ സമയത്തിന് വിളിക്കാനല്ല അറിയാൻ എടുക്കുന്നത്. ഞാൻ വിളിക്കും, ഞാൻ ടൈമും സമയം ഇതാക്കിട്ട് ഞാൻ വിളിക്കും. ഞാൻ ഫ്രീ ആവുമ്പോ. മനസ്സിലാ? ഇപ്പൊ ഈ മൂവി പ്രൊമോഷൻ ഇതെല്ലാം ഞാൻ കുറച്ച് ബിസിയാ. ഞാൻ കുറച്ച് തിരക്കില്ല. ഞാൻ വിളിക്കുമ്പോ നീ വരണം കേട്ടാ കോമാളി. നീ കുരിഞ്ഞോണ്ട് ഇങ്ങനെ വരണം. അല്ലാണ്ട് നിന്റെ സമയത്തിന് നിൽക്കാനല്ലടാ ഞാൻ ഇവിടെ നിക്കുന്നത്. മാറി പിന്നെ ഓന്റെ സമയത്ത് ലൈവിൽ കാണാം. ഓന്റെ സമയത്തിന് ഞാൻ ഇതാക്കാം. ഇന്നലെ ഞാന് 1-2 മണിക്കൂർ നിന്നെ ട്രൈ